ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഉരുകി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് നിറയെ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. കൂടുതൽ അളവിൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ അമൃതം പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകത്തിന് പകരമായിട്ട് കറുത്ത എള്ളുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി കരിഞ്ജീരകവും കറുത്ത എള്ളും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കൂടുതൽ അളവിൽ ചെറിയ ജീരകം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കാൻ വെച്ചിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കാൻ പറ്റുന്ന, ഒരുപാട് ലൂസായിട്ട് പോകരുത്, മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ ആ ഒരു പരുവത്തിൽ വേണം ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കൂടി പോകരുത്. ഇനി അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിൽ പാകത്തിന് കുറച്ചും കൂടെ അമൃതം പൊടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താലും മതിയാവും. ഇനി കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കരുത്, കാരണം ചിലപ്പോൾ ഉള്ളിലൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇതുപോലെ ബോൾ രൂപത്തിൽ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ബോൾ രൂപത്തിലാകുമ്പോൾ ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് വേവിച്ചെടുക്കുന്നത് ആവിക്കാണ്. ഞാനിപ്പോൾ സ്റ്റീമറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിലൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ഒരു സ്റ്റീമർ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഇതിപ്പോൾ ശർക്കര വെച്ചിട്ടാണല്ലോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ ശർക്കര വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അടച്ച് വെച്ച് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്നില്ല, ഒന്ന് നല്ല സെറ്റായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും തീക്കൊക്കെ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഉൾഭാഗത്തേക്ക് കുഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.